മോർണിംഗ് ആക്ടിവിറ്റി. ഇനി വെറും 3 നാളുകൾ കൂടി കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 തിരശ്ശീല വീഴും. വഴക്കുകളും സന്തോഷങ്ങളും പിണക്കങ്ങളും കരുതലുമൊക്കെയായി എത്രയോ ദിവസങ്ങൾ പിന്നിട്ടു. ഇതിനിടയിൽ നമ്മൾ അറിയാതെ തന്നെ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മളോട് കാട്ടിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറയാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ലായിരിക്കാം. അങ്ങനെ പറയാതെ മനസ്സിൽ വച്ചതെല്ലാം തുറന്നു പറയാൻ ഒരവസരം നൽകുകയാണ് ഇപ്പോൾ. നിങ്ങൾ വേദനിപ്പിച്ചവരോട് സോറി പറയാനും നിങ്ങളെ സന്തോഷിപ്പിച്ചവരോട് താങ്ക്സ് പറയാനുമുള്ള സമയം. മത്സരാർത്ഥികൾ 7 പേരും ഓരോരുത്തരായി വന്ന് ഒരാളോട് വീതം സോറിയും താങ്ക് യുവും പറയുക. എന്തിനാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുക. മത്സരാർത്ഥികൾ 7 പേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ കാണും? അതെ, പറഞ്ഞു കഴിയുമ്പോ ഇങ്ങനെ അനീഷ് ചെറുതാക്കി പറയാൻ എന്തായാലും ബിഗ് ബോസ് ശ്രദ്ധിക്കൂ. ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ച ഒരാളോട് എനിക്ക് സോറി പറയാനുണ്ട്. അത് ആദിലയാണ്. കാരണം പലപ്പോഴും ആദിലയോട് ആദില എണീക്കൂ അല്ലെങ്കിൽ പാത്രം കഴുകാൻ വരൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകളോ ദുഃഖങ്ങളോ ആദിലയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആദിലയോട് ഞാൻ സോറി പറയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിങ്ങനെ സുപ്രഭാതമൊക്കെ പറയുമ്പോൾ ആദിലയും നൂറയും കൂടിയിട്ടാണ് എന്നോട് സുപ്രഭാതം എന്ന് പറഞ്ഞത്. അത് ഷോർട്ട് ചെയ്തിട്ട് സുപ്രൂട്ട എന്നൊക്കെ വിളിച്ചു തുടങ്ങിയത്. അതൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ആദില എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് ഒരു പാട്ട് പാടാറുണ്ട്. അനീഷ്കും പിളങ്ങ കൂട്ടാൻ വെച്ചത് മത്തങ്ങ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് ഷാനവാസിനോടാണ്. കാരണം ഷാനവാസിനെ കുറിച്ച് ഞാൻ ഒരുപാട് സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ ഞാനാക്കി മാറ്റിയതിൽ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നതിനേക്കാൾ ഒരു പേരിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ അത് ഷാനവാസ് തന്നെയായിരിക്കും. എല്ലായ്പ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ കൂടെ നടന്ന് എന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനും എന്നിലേക്ക് ആ ഒരു ഊർജം നിറയ്ക്കാനും ഷാനവാസ് ഒരുപാട് കരുതലും താല്പര്യവും ഇഷ്ടമൊക്കെ കാണിച്ചിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഷാനവാസ്. അപ്പോൾ എനിക്ക് സോറി പറയാനുള്ളത് ആദിലയോടും എനിക്ക് നന്ദി പറയാനുള്ളത് ഷാനവാസിനോടും. അല്ല, ഒരാളല്ലേ പറഞ്ഞേക്കട്ടെ. അല്ല ഒരാളല്ലേ പറഞ്ഞോ ആരെങ്കിലും പോട്ടെ. അല്ല, ഒരാളല്ലേ. അനീഷ് പറഞ്ഞത് വളരെ കൃത്യമാണ്. എല്ലാവരുടെയും വന്ന് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് കടന്ന് പോയി എന്ന് തോന്നുന്നവരോട് ഞാൻ ഓൾറെഡി സോറി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിനപ്പുറത്തോട്ട് ഇപ്പോൾ ഇങ്ങനൊരു സഭയിൽ സോറി പറയണമെന്ന് എനിക്ക് കരുതുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശാരികയാണ്. തീർച്ചയായിട്ടും ശാരികനെ ഞാൻ ഒരുപാട് ചൊറിയാൻ വേണ്ടി പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചു താങ്കൾ നല്ലൊരു ഉഗ്രവിഷമുള്ളൊരു പാമ്പാന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്ക് പയ്യെ മനസ്സിലായ ഒരു കാര്യമാണ്, താങ്കളുടെ ഉള്ളിൽ വളരെ വളരെ ശുദ്ധമായിട്ടുള്ള ഒരാളാണ്. ആ പൊട്ടിത്തെറി, ആ സമയത്തുള്ള പൊട്ടിത്തെറിയും മറ്റു കാര്യങ്ങളുള്ളൂ. വളരെ ഉള്ളിൽ നന്മ ഒരുപാടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പാട്ടുണ്ടാക്കി പാടിയാലും കുറച്ച് വരികൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൊവോക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ചെയ്തത്. അതിന് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങൾ ആശയപൊരുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ ഐഡിയോളജിയുമായിട്ട് പലതും എനിക്ക് ചേരാതെ പോയിട്ടുണ്ട്. ഞാൻ അന്ന്
അന്ന് ഞാനത് ഇനി പറയേണ്ട കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ ഞാൻ പറയാം. അന്നത്തെ ആ ഷോ താങ്കൾ ഇത്രയും നല്ല ഞാനൊരു ഇങ്ങനൊരു വേർഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വരികളും ഇത്രയും നല്ല പാട്ടുകളുടെ ലിറിക്സൊക്കെ ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇങ്ങനെ മറ്റൊരാളെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന അത്തരം ഒരു ഷോയിൽ നിന്ന് താങ്കൾ പിന്മാറണം എന്നാണ് ഞാൻ അന്ന് ആളോട് പറഞ്ഞത്. അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞിട്ട് മുതൽ താങ്കൾക്കൊരു റിയലൈസേഷൻ വന്നു. അപ്പോൾ ഈ പാട്ട് ആ വരികളായിരുന്നു. അപ്പോൾ വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഞാൻ അത് ശാരിക പോകുമ്പോൾ ഞാൻ ഓൾറെഡി സോറി പറഞ്ഞതാണ്. എന്നാൽ പോലും എനിക്ക് വീണ്ടും അതിന് ഒരു സോറി പറയണമെന്ന് എനിക്ക്, കാരണം ഇത്രയും എനിക്ക് തോന്നുന്നു ഞാൻ സോറി പറയാൻ തുടങ്ങിയാൽ മാലപ്പടക്കം പോലെ ഒരു സെറ്റത്തിൽ നിന്ന് ഞാൻ സോറി പറയേണ്ടി വരും. കാരണം ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് അതായത് അത്രയും ഒരു പ്യുവറായിട്ടുള്ള ഒരു ജെമ്മ് എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് ആണല്ലോ ഞാൻ അത് പറഞ്ഞേണ്ടി വന്നത് എന്നുള്ള ഒരു സാധനം കൊണ്ട്, അതുകൊണ്ട് എനിക്ക് ശാരികയുടെ അടുത്തൊരു ഞാൻ ക്ഷമ വീണ്ടും ചോദിക്കുകയാണ്. എനിക്ക് താങ്ക്സ് പറയേണ്ടത് ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും വിചാരിക്കും അപ്പാനി തന്നെയാണ്. അതിൽ സംശയമില്ല, അപ്പാനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം നന്ദിയും ഒക്കെ കടപ്പാടൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ അപ്പാനിയെ ഒന്ന് മാറ്റുകയാണ്. കാരണം അപ്പാനി പോയ സമയത്ത് അവിടെ മുതൽ ഈ ഒരു എന്താ പറയുക ഒരു ലാസ്റ്റ് വീക്കിൻ്റെ തൊട്ട് മുന്നേ വരെ, ടിക്കറ്റ് ഫിനാലയുടെ മുന്നേ വരെ എൻ്റെ എല്ലാ ഡൗൺ ആവുന്ന സമയത്തും എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്തത് ആര്യനാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പം ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ നമുക്കറിയില്ല ഇവിടെ ആരൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി നമുക്കറിയാമല്ലോ. അപ്പം കുറച്ച് പേരൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഫുൾ തമാശയൊക്കെ ആയിട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ ഇതൊരു വീടാണെന്നറിയാം. ഒരു വീട്ടിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമല്ല വഴക്കും ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ വീട്ടിലുണ്ടാവുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഒരു വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് ഒരു താല്പര്യം. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ വഴക്കുണ്ടാക്കാറില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വഴക്കുണ്ടാക്കാറ്. എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പം നേരെ തിരിഞ്ഞു. കാരണം എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന 25 പേരുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരുമായിട്ടും വഴക്കുണ്ടാക്കിയിട്ടില്ല എന്നൊന്ന്. ഇപ്പോൾ ലാസ്റ്റ് സാബുമാൻ വരെ ഞാനും സാബുമാനും വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഈ പറയുന്ന പോലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതെല്ലാം അങ്ങ് മറന്നിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. പിന്നെ വീണ്ടും ഞാൻ ഇതെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചെളിവാരി അറിയാറില്ല. പക്ഷെ ഇവിടെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ ആദ്യം തന്നെ സോറി പറയുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത്, അതായത് എനിക്കിപ്പോഴും ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞത് എവിടാ പുള്ളിക്കാരത്തി രേണു ചേച്ചിയുടെ കാര്യത്തിലാണ്. അന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഹൈജീൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് ആ ഒരു പെയിൻ്റെ കാര്യം പറഞ്ഞതിൽ എനിക്കിപ്പോഴും വിഷമമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ലടി, എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നിട്ടാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അടിപൊളിയായില്ലേ അവളങ്ങനെ പറഞ്ഞുകൊണ്ട്. എങ്കിലും അതും എല്ലാവരുടെ കാര്യത്തിൽ നന്ദി. കാരണം ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല, എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഴക്കിൻ്റെയും നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പിണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടുന്നൊരു സ്വഭാവം എനിക്കില്ല. പറഞ്ഞ് അത് ഞാൻ എന്താ പറയണ്ടേ ഒത്തുതീർപ്പാക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഇല്ല. പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേദന തന്നെയാണ്. പിന്നെ എനിക്ക് അവിടുത്തെ അഭിനയിച്ച് നിൽക്കാനും എനിക്കറിയില്ല. പിണക്കാണെങ്കിൽ പിണക്ക് തന്നെ കാണിക്കും. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ടാസ്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗെയിം ചെയ്യുകയാണെങ്കിലോ ഗെയിം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അങ്ങനെ മിണ്ടുന്നത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനാണ് അങ്ങനെ പോയി മിണ്ടാത്ത ഒരാൾ. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അടുത്തൊരു ദേഷ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ പണ്ടേ അങ്ങനെയാണ്. ഞാൻ അങ്ങോട്ട് പോയി മിണ്ടുന്നൊരു സ്വഭാവം ഇല്ല. മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് അറിയില്ല. അല്ല പറയട്ടെ,
അപ്പോൾ എനിക്ക് നന്ദി, എല്ലായിടത്തും നന്ദി മാത്രമേ പറയുള്ളൂ. എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട്, ഞാനും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഇപ്പോൾ ശൈത്യയായിരുന്നു എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നേ. ശൈത്യ പോയതിന് ശേഷം ശൈത്യ ഉണ്ടായ സമയത്തും എനിക്ക് ആദിലയും നൂറയും ഇപ്പോഴും ഞങ്ങൾ എത്ര വഴക്ക്, നമ്മൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. എന്നാലും ഞാൻ മിണ്ടുന്നതിന് മുന്നേ അവരാണ് എൻ്റെ കൂടെ ഇപ്പോഴും പുറകെ നടന്ന് മിണ്ടുന്നതും എൻ്റെ കൂടെ സ്നേഹത്തിൽ നിൽക്കുന്നതും പിന്നെ എന്താ പറയണ്ടേ, എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നതും. എന്ത് പ്രശ്നം വന്നാലും മാറിയിരുന്നാലും കണ്ടുപിടിച്ച് എന്നെ എപ്പോഴും മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന 2 വ്യക്തികളാണ് ആദിലയും നൂറയും. അപ്പം അവിടെ തന്നെ എനിക്ക് കൂടുതലും നന്ദി പറയണ്ടേ. പിന്നെ നന്ദി പറയാനാണെങ്കിൽ പിന്നെ വേറെ ടീംസ് ഉണ്ട്. നമ്മുടെ ഒനിലേട്ടനും അത് ഞാൻ ഈ ഒരു അവസ്ഥയിൽ പറയണം, ഒനിലേട്ടനും അബി. താങ്ക് യു. ഞാൻ കണ്ടു ഒരു ഡ്രോപ്പ് പോലെ വീഴരുത്. എല്ലാരും സൂചിപ്പിക്കല്ലേ. എന്താ മോനെ അക്കു? അപ്പോൾ ആദ്യം സോറി പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സോറി പറയാനായിട്ടുള്ളത് ജിഷിൻ ചേട്ടനോടല്ല, ആര്യനോടാണ്. കാരണം അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് ലാസ്റ്റിലോട്ട് ഉണ്ടായപ്പോൾ ഒരു സാധനമാണ്, അവൻ പോകുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ളൊരു സംഗതിയാണ് അത്. നമുക്ക് നമ്മുടെ മണി വീക്കിലെ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്നു. ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന മൈദമാവ് തലയിൽ വീഴണ ഒരു സംഗതി ഉണ്ടായിരുന്നു, ടിക്കറ്റ് ഫിനാലേടാ സംഗതിയിൽ. അപ്പം അതിൽ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആര്യൻ ഡബിൾ മീനിങ് ജോക്സ് പറയുമെങ്കിലും മറ്റുള്ള ആൾക്കാർ ഓവർ ഹിയർ പോർട്രേ ചെയ്യുന്നത് അവൻ ഭയങ്കര എന്താ പറയാ വൾഗറായിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ഭയങ്കര എന്തോ വൃത്തിയട്ട രീതിയിൽ പോർട്രേ ചെയ്ത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനും അവനും ഡബിൾ മീനിങ് നല്ലോണം അടിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് തമ്മിലൊരു വൈബുണ്ട്. അതല്ല വാ അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാവുന്നു. അപ്പൊ എനിക്ക് അവൻ ആരൊക്കെ എന്ത് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ എനിക്കറിയാം അവൻ എങ്ങനെയാണെന്ന്. എനിക്കറിയാതെ ഗുഡ്നസ് ഇൻ ഹിം. എനിക്ക് പിന്നെ അവനൊരു ചെറിയ അനിയൻ ഒരു സാധനം ഉണ്ട്. കാരണം നൂറിൻ്റെ അനിയൻ്റെ ഒരു ചെറിയൊരു സംഗതിയൊക്കെ വരും. അപ്പൊ എനിക്ക് ആ ഒരു സംഗതി എന്നോടുണ്ട് പലപ്പോഴും. അപ്പൊ ആ ഒരു ഇതില് എന്താ പറയാ, നൂറ അങ്ങനെ നിന്നപ്പോ അവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അത് എന്തുവാവോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയട്ടോ, നൂറിന്റെ വയറ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു സംഗതി ഇട്ടതായിട്ട് ഉള്ളൊരു സംഗതി. പക്ഷേ അത് ശരിക്കും അതിന്റെ യഥാർത്ഥ സംഗതി അത് നൂറ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നൂറ എന്നോട് അത് പതുക്കെ പറഞ്ഞു, അവൾക്ക് ഇവിടെ അത് പറയണ്ട, കാരണം അവളത് വിട്ടൊരു കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തത് പഠിച്ചോണ്ട് എന്താ വലിയ എന്തോ സംഗതിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു. അവളുടെ എക്സ്പ്രഷനിൽ നിന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാണ്. ഞാൻ പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കൂടുതൽ എൻ്റെ തോന്നലുകൾ അറിയാലോ അല്ലേ എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. അപ്പൊ അതിന്റെ ഇതിൽ അവള് ഞാൻ വിചാരിച്ചെന്തോ വലിയ സംഭവമാണ്. അപ്പൊ അവള് ചെറുതായിട്ട് പറഞ്ഞപ്പോൾ ഞാനെന്തോ വൾഗറായിട്ട് എന്തോ ഭയങ്കര എന്തോ സംഗതി ഉണ്ടായി, അങ്ങനെ ഒരു സംഗതി വിചാരിച്ച്. അപ്പൊ ഞാനും ആകെ എന്താ അവള് റിയാക്ട് ചെയ്യാണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ഇതിൽ പല പല പ്രശ്നങ്ങൾ നമ്മൾ ചില കുറച്ച് പുറത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഇവിടെ അനുമോളും ഡിസ്കസ് ചെയ്ത സാധനമായിരുന്നു പുറത്ത് അവിടെ കൊടയുടെ കീഴിൽ വെച്ചിട്ട്. നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. കാരണം അനുമോളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വഴക്കുണ്ടായ ആളുടെ പുറകെ പോകണം അങ്ങനത്തെ ഉള്ളൊരു സംഗതിയിൽ. അപ്പോൾ ഞാൻ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയിട്ടും ആ ഒരു സംഗതി ഒരു ചേഞ്ചും കണ്ടിട്ടില്ല. നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വേണം. അപ്പോൾ ആ ഒരു ചേഞ്ച് ഒന്നും ഞാനും കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എന്തിനാ ഇനി പുറകെ പോകുന്നത്. ഞാൻ പുറത്ത് ആണെങ്കിലും എല്ലാവരോടും ഒരു ഇത് ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് നിന്റെ സെൽഫ് റെസ്പെക്ട് കളയണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു സെൽഫ് റെസ്പെക്ട് പഠിപ്പിച്ച് ഒന്നും കൂടെ എൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ആരെങ്കിലും എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല, എനിക്ക് തിരിച്ച് കിട്ടാത്തൊരു എഫേർട്ടിൽ. കാരണം പുറകെ പോയിട്ട് കാര്യമില്ല. ഞാൻ അവിടെ കുറച്ചും കൂടെ എന്നെ വാല്യൂ ചെയ്യണമെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറയണല്ലോ ആരോടും സോറി ഒന്നും പറയാനില്ല. ഞാൻ അതിനകത്ത് ഞാൻ ഇന്റൻഷനലി ഞാൻ ആരെയും ഹേർട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും ദേഷ്യത്തിൽ പുറത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വളവളാന്ന് പറയുന്നല്ലാണ്ട് അത് കഴിയും ഞാൻ ചില്ലാണ്. ഞാൻ ആൾക്കാരോടും ഉണ്ട്, എൻ്റെ ഉള്ളിൽ വെച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ ഈ സോറി ഒന്നും ആരോടും പറയാനൊന്നുമില്ല. പിന്നെന്താണ് താങ്ക് യു ഒരാളോട് പറയണം. ഞാൻ ആരോട് പറയും? പറഞ്ഞേ പറ്റൂ, ടാസ്ക് ആണ്.
എന്നോട് പറഞ്ഞു. സോറി ഒന്നും പറയൂല. ഓക്കെ, താങ്ക് യു ഞാൻ ഫസ്റ്റ് പറയാം. താങ്ക് യു എൻ്റെ ആദിലനോട് തന്നെ ഞാൻ പറയും. കാരണം ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ എന്നെ കൂടെ പറയാൻ പറ്റത്തില്ല. എന്തൊരു പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. വേറെ ആളെ ഇത് എല്ലാവർക്കും ഒബ്വിയസ് ആണ്. വേറെ പറ എപ്പോഴും അത് അതിലെ ഞാൻ എപ്പോഴും പറയലില്ല. അല്ല, അതിലെന്തായാലും ഉണ്ട്, ഉറപ്പാണ്. വേറെ ഒരാളെ നോക്കി പറയാം. മെൻഷൻ ചെയ്തില്ല, ഇനി വേറെ മെൻഷൻ ചെയ്ത്. താങ്ക് യു. എനിക്കിപ്പോൾ കുറച്ച് ആൾക്കാർ പേരുണ്ട് സപ്പോർട്ട് ചെയ്ത്, ഇമോഷണലി ഞാൻ ഡൗൺ ആകുമ്പോൾ എന്നെ ഒന്ന് ചില്ല് ചെയ്ത് ഇതാക്കുന്ന ആൾക്കാരുണ്ട്. നൂറ, ഒരാളോട് താങ്ക് യു, ഒരാളോട് സോറി. മനസ്സിലായി. ടാസ്ക് കൃത്യമായി ചെയ്യൂ. ഓക്കെ, ഞാൻ ശൈത്യനോട് താങ്ക് യു പറയാണ്. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ ആള് വന്നിട്ട് ഓക്കെ കുറേ എന്താ പറയുക പറഞ്ഞെങ്ങാൻ മോട്ടിവേറ്റ് ചെയ്ത് എന്താ പറയുക ഡൗണായി നിൽക്കുന്ന സമയത്ത് ഒന്ന് നമ്മളെ ചില്ല് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് ശരിയാക്കി എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശൈത്യനെ ഞാൻ താങ്ക് യു പറയും. പിന്നെ സോറി ഞാനിപ്പോൾ ആരോട് പറയാനാണിത്? നിങ്ങൾക്കോ? നിങ്ങളോട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ഞാന് ശാരിക ചേച്ചിനോട് സോറി പറയാം. കാരണം എന്താ വെച്ചാല് ഇന്നലെ ഒരു ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ എന്റെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നു. അത് നിങ്ങൾക്ക് നല്ലോണം ഹേർട്ടായി തോന്നുന്നുണ്ട്. അപ്പോ അത് എന്റെ മനസ്സിൽ തട്ടി ഞാൻ സോറി പറയാം. വീഡിയോ സോഷ്യൽ മീഡിയ ആലിനോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയും. എനിക്കെൻ്റെ സന്തോഷം പങ്കിടാനുള്ളതും സ്നേഹം പങ്കിടാനുള്ളതും എനിക്ക് സന്തോഷം തോന്നിയത് എന്നെ വന്ന അന്ന് മുതൽ എടാ മരപ്പൊട്ടാന്നും എടാ കഴുതേന്നും മരപ്പാവേന്നൊക്കെ വിളിച്ചിരുന്ന് അനീഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എത്ര വിളിച്ചാലും നിനക്ക് നിൻ്റെ കോണിൽ എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. ആ ഇഷ്ടം കുറച്ച് കഴിഞ്ഞൊക്കെ തൊട്ടടുത്ത് ഇരുന്ന് ഒരു കൈ അകലം പാലിച്ചാൽ മതി എന്ന് പറയുന്നിടത്തുനിന്ന് മാറി അടുത്തിരിക്കാനുള്ള ഒരു അവസരം തന്നു അനീഷ് അപ്പോൾ പറഞ്ഞു, ഷാനവാസ് ചിന്തിക്കുന്ന, ഷാനവാസ് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മൾ രണ്ടുപേരും ഒരു എക്സ്ട്രീം ലെവലിലാണ് നിൽക്കുന്നത്. ഷാനവാസിന് എന്നോടുള്ള സൗഹൃദം ആഗ്രഹമുണ്ടെന്ന്, പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല, എൻ്റെ മനസ്സ് ഒരു കല്ലാണ് എന്ന് പറഞ്ഞെടുത്തുനിന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് റിയാസ് സലീം വന്നിട്ട് എന്നെക്കൊണ്ട് ബിഗ് ബോസിൻ്റെ ടാസ്ക് പ്രകാരം അനീഷിനെ കൊണ്ട് ലവ് യു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിന് ഞാൻ അനീഷിനോട് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്, നന്ദി പറയുകയാണ്. നിങ്ങളെ കല്യാണത്തിന് നമ്മളെ വിളിക്കണേ. സോറി പറയാനുള്ളത് ലക്ഷ്മിയോടാണ്. ലക്ഷ്മിയോട് അല്ല, എല്ലാവരും നമ്മൾ ഇവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടി പോടി എടാ പോടാന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും എന്നെ എടാ പോടാന്ന് വിളിക്കണ്ടെന്നും അല്ലെങ്കിൽ എന്നെ എടി പോടി വിളിക്കണ്ടെന്ന് ആരും തമ്മിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് എന്നെ എടി പോടി വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇവിടെ ഗെയിമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആരും അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ അതൊരു തെറിയായിട്ടോ അതൊരു മോശം വേർഡായിട്ടോ ആരും ചിത്രീകരിക്കാത്തതുകൊണ്ടും തന്നെ ഞാൻ ആ വേർഡ് വീണ്ടും 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 ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തെറ്റ് ലാലേട്ടൻ വന്നിട്ട് എന്നോട് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ്
എനിക്കത് ബോധ്യമായത്. അതിനു മുമ്പ് സാബു ചേട്ടൻ എന്നോട് ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലക്ഷ്മിയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടെ മാറ്റി ഞാൻ അതിൽ ഖേദിക്കുന്നു. ഞാൻ സോറി പറയുന്നു. അത് അല്ലല്ല. അതുപോലെ തന്നെ ബിന്നിയോടും അക്ബറിനോടും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനോടും ഈ അവസരം ഞാൻ യൂസ് ചെയ്യാണ്. സോറി. എന്താ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഐ എം ബാക്ക്. ഓക്കെ, ഗെയിമിൻ്റെ ഭാഗം ആയിട്ടാണെങ്കിലും ആര്യൻ യെസ് ഓക്കെ ഗെയിമിൻ്റെ ഭാഗം ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് തന്നെയാണ്. ആൻഡ് ഞാൻ ഈ ഒരു അവസരം ഒരു മൈൻഡ് ഗെയിമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഈ അവസരം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്നുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു നിമിഷം പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ ഈ മോർണിംഗ് ടാസ്ക് ഞാൻ വേദി ഞാൻ എൻ്റെ മനസ്സിൻ്റെ അകത്തു നിന്ന് പറയുന്ന ഒരു സോറിയാണ്. 2 വ്യക്തികളുടെ അടുത്താണ് എനിക്ക് സോറി പറയാനായിട്ടുള്ളത്. വൺ ഈസ് അനുമോൾ ആൻഡ് ഷാനവാസ്. കാരണം ഒരു ആസ് എ പേഴ്സൺ എന്നെ മെൻ്റലി തകർത്തിയിട്ടുള്ള പല സിറ്റുവേഷൻ, ക്യാരക്ടർ അസാസിനേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. ഞാൻ അതിപ്പോഴും ബിലീവ് ചെയ്യുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഗെയിം. അതിങ്ങനെ വന്നു പോയ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ ചെയ്ത ആക്ട് ഞാൻ ഷാനവാസിൻ്റെ ഫാമിലീനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അതിലെനിക്ക് ഏറ്റവും കുറ്റബോധം എന്ന് പറയുന്നത് മോള് വന്നപ്പോൾ എന്നെയായിരുന്നു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ലൈക്ക് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഷാനവാസിൻ്റെ ഞാൻ ചെയ്ത ആക്ട് ഷാനവാസിൻ്റെ ഫാമിലീനെ, ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളെ, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ എല്ലാവരുടെയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ഷാനവാസിന് നോട് ചെയ്ത ആ ഒരു ആക്ടിനോട്, ആ ഒരു പറഞ്ഞ ഒരു ഇതിനോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ്. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ അനുമോളായിട്ട് ഞങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ലൈക്ക് ഒരു വെള്ളത്തിൻ്റെ ത്രോ ചെയ്തു. അത് ചെയ്ത ആക്ട് അത് എത്ര ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, എത്ര ദേഷ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ചെയ്ത ആക്ടിനോട് അതേതൊരു സ്പാർക്ക് ഉണ്ടാവുന്നത് 2 കല്ലുകൾ ഉരയ്ക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ആ സ്പാർക്കിൽ എത്രത്തോളം ഇൻറ്റൻസിറ്റി കൂട്ടാന്നുള്ളത് അത് ഓരോരുത്തർ തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുമോളോട് ഞാൻ സോറി പറയണം. ഞാൻ ചെയ്ത ഒരു ആക്ടിനോട് അത് വെള്ളം ഒഴിക്കാൻ പാടില്ലായിരുന്നു. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ആൻഡ് നന്ദി. അല്ല എനിക്ക് ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. കാരണം എനിക്ക് എല്ലാവരും പറയുന്ന പോലെ എനിക്ക് എല്ലാവരോടും നന്ദി, ഒരു താങ്ക്സ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഇവൻ ഓനിയിലാണെങ്കിലും അഭിലാഷ്, ഡോക്ടർ ബിന്നി. പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഒരു സോറി ഉണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു താങ്ക്സ് എന്ന് പറയുന്നത് ജിസേലിനോടാണ്. കാരണം ജിസേൽ എന്നെ അക്സെപ്റ്റ് ചെയ്തു ദ വേ ഐ ആം. ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്, ആസ് എ പേഴ്സൺ, മൈ ടാലൻറ്റ്, എവറിത്തിങ്. പക്ഷെ എനിക്ക് ചെയ്തൊരു അബദ്ധം എന്ന് പറയുന്നത് ഞാൻ ജിസേൽ ഇവിടെ നിന്ന് എവിക്റ്റായി പോവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഒരു വോട്ട് സാധുവാക്കി. പക്ഷെ അത് എപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ഐ റിയലി താങ്ക്സ് ടു ജിസേൽ ആൻഡ് ഈച്ച് ആൻഡ് എവ്രി വൺ. വലിയ പടി ഉണ്ടാക്കൂട്ടാ ജിസേൽ. എപ്പിസോഡ് നമ്മളെ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല. ഒരു എപ്പിസോഡ് കഴിഞ്ഞു. ബിഗ് ബോസ് നന്ദി പറയും.
ബിഗ് ബോസ് എന്നെ എനിക്ക് നന്ദി പറയാനുള്ള ബിഗ് ബോസിനെയാണ് എന്നെ വിറ്റാക്കി വിടാൻ. ജയിക്കിന്റെ പയ്യനായിരുന്നു ഞാൻ. അല്ല ആരും പറയാം, ആദ്യം മലയാളം വായിക്കാൻ വേണ്ടി ഒരു എല്ലാവർക്കും തിരികെ പോകാം.